സ്ത്രീത്വത്തെ അപമാനിച്ച് KSRTCയിൽ വിവാദ നടപടി. ഡ്രൈവറുമായി അവിഹിത ബന്ധം ആരോപിച്ച് വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തു. KSRTC വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ. വിവാദ നടപടി ശ്രദ്ധയിൽപ്പെട്ടതോടെ കണ്ടക്ടറുടെ സസ്പെൻഷൻ റദ്ദാക്കി മന്ത്രി. സംഭവത്തിൽ പ്രതിഷേധവുമായി KSTES BMSും രംഗത്തെത്തി. എം മനോജ് ചേരുന്നു. മനോജ്, അങ്ങേയറ്റം വിചിത്രമായൊരു നടപടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കണ്ടക്ടറും ഡ്രൈവറും തമ്മിൽ സംസാരിക്കുന്നതിന് അവിഹിത ബന്ധമെന്നാരോപിച്ചുകൊണ്ട് വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലോട്ടൊക്കെ കാര്യങ്ങൾ എത്തി. എന്തായാലും വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ഈ സസ്പെൻഷൻ പിൻവലിച്ചു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. മറ്റു വിവരങ്ങൾ? വിചിത്രമായൊരു നടപടിയാണ് KSRTC വിജിലൻസ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും പരസ്പരം സംസാരിച്ചതിനാണ് ഈ വിജിലൻസിന് അവിഹിതമായി മാറിയത്. അതിൽ തന്നെ വ്യക്തിപരമായിട്ടുള്ള പരാതികളുണ്ടായിരുന്നു. ഈ വ്യക്തിപരമായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തി വിജിലൻസ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ തന്നെ ഇങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും പേര് രേഖപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള വാചകങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനു പിന്നാലെ ഈ വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഈ ഉത്തരവിറക്കിയത്. എന്തായാലും ഇതിനെതിരെ വലിയ ഒരു പ്രതിഷേധം BMS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ ഈ കണ്ടക്ടറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയതെന്നും ഈ നടപടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി, അത് വകുപ്പ് തല നടപടി ഉണ്ടാകണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിചിത്രമായിട്ടൊരു ഉത്തരവ്, അതായത് KSRTCയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്തരത്തിൽ ഒരു വകുപ്പിലും ഈ അവിഹിത ബന്ധം ആരോപിച്ചുകൊണ്ടൊരു നടപടി അല്ലെങ്കിൽ സസ്പെൻഷൻ എന്നതിലേക്ക് പോകുന്നത് അത് വളരെയധികം സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് തന്നെ അവരുടെ പേര് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഉത്തരവ് പുറത്തിറക്കിയതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അതെ, മനോജാണ് വിവരങ്ങൾ നൽകിയത്.